നമ്മൾ ഈ പേപ്പറിന്റെ തേർഡ് മൊഡ്യൂളിലോട് കിടക്കുകയാണ്. തേർഡ് മൊഡ്യൂൾ സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ സീക്വൻസുകൾ പല രീതിയിലുള്ള സീക്വൻസുകൾ നമുക്ക് അറിയുന്നുണ്ട്. അപ്പൊ ആദ്യം കുറെ എക്സാമ്പിൾസ് നോക്കുകയാണ്. 1 1 1 1 എക്സെട്ര സീക്വൻസ്. ഇത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. Then another one is 1 1/2 1/3 1/4 1/5 etc. This again a sequence 1/n നമ്മൾ പറയും. Another one is -1 the order raised to n, that is 1 -1 1 -1 1 -1 etc. Alternately positive and negative values വരുന്ന sequence ആണ്. 1 1/2 1/4 1/8 etc. ഒരു 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേംസ് വരുന്ന ഓരോ ടേമിനും ഒരു 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് ജോമെട്രിക് സീക്വൻസ്. ഇതുപോലെ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അരിത്തമെറ്റിക് ജോമെട്രിക് സീക്വൻസ് ഉണ്ട്, ആൻഡ് ഫിബൊനാച്ചി സീക്വൻസ് ഉണ്ട്. 1 1 1 + 1 2 1 + 2 3 2 + 3 5. അതായത് അടുത്തടുത്ത രണ്ട് ടേംസ് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ടേം ഫോം ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസ് ഫിബൊനാച്ചി സീക്വൻസ് വരും. അപ്പൊ ഇങ്ങനെ സീക്വൻസുകളുണ്ട്. സോ വാട്ട് ഇസ് ദ സീക്വൻസ്? സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് പറഞ്ഞാൽ ഓർഡർലി അറേഞ്ച്ഡ് കളക്ഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ ഇതാണ്. അപ്പൊ ഇതിൽ ഓരോ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ് ഈ രീതിയിൽ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സീക്വൻസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം the set of natural numbers to real numbers. So real numbers in a sequence ആണെങ്കിൽ it's a function from the set of natural numbers to R. Function from natural numbers ആകുമ്പോൾ natural numbers ഓരോ എലമെന്റ്സിനും ഈ സെറ്റിൽ ഇമേജുകൾ ഉണ്ടാവും. അപ്പോൾ 1 ന്റെ ഇമേജ് ഉണ്ടാവും. സോ 1 ന്റെ ഇമേജ് നമുക്ക് x1 എന്ന് വിളിക്കാം, 2 ന്റെ ഇമേജിനെ x2 എന്ന് വിളിക്കാം, 3 ന്റെ ഇമേജിനെ x3 എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ ഈ സീക്വൻസിനെ സാധാരണ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. xn where n belongs to n എന്ന് എഴുതാറുണ്ട് സീക്വൻസിന്റെ കളക്ഷൻ. അല്ലെങ്കിൽ സിംപ്ലി xn എന്ന് എഴുതാറുണ്ട്, n belongs to n തന്നെ. വെറും ക്യാപിറ്റൽ X എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ x is equal to x എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. സോ ഡെഫിനിഷൻ ഈസ് a sequence is a function from the set of natural numbers to that set. ഇവിടെ sequence of real numbers ആണെങ്കിൽ it's a function from the set of natural numbers to real numbers. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില സീക്വൻസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലത് 1 1/2 1/3 ഇങ്ങനെ പോയിട്ട് അപ്രോച്ചിങ് ടു 0, കൺവേർജിങ് ടു 0. അതേസമയം 1 -1 1 -1 1 -1 അതൊന്നും കൺവേർജന്റ് അല്ല. അപ്പൊ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതില് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് സീക്വൻസുകളാണ്. അപ്പൊ എങ്ങനെയുള്ള സീക്വൻസുകളാണ് കൺവേർജ് ചെയ്യുക, ആൻഡ് കൺവേർജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറംസ് ആണ്. അപ്പൊ അതിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് കൺവേർജൻസിന്റെ ഡെഫിനിഷനും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ്. ആയത് ബൈ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് ഉപയോഗിച്ചിട്ട് കുറെ പ്രോബ്ലംസ്, സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോവാണ്. കൺവേർജൻസിന്റെ ഡെഫിനിഷൻ: എ സീക്വൻസ് x equal to xn, x1 x2 x3 etc. എന്ന് പറഞ്ഞ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് is said to converge to x belongs to R. x എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നമ്പറിലോട്ട് കൺവേർജ് ചെയ്യാണ്, ലിമിറ്റ് x ആണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഇഫ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, എത്ര തന്നെ ചെറിയ എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും there exists a natural number k of epsilon. അത് എപ്സിലോണിനെ ഡിപെൻഡ് ചെയ്യും. there exists a natural number k such that modulus of xn minus x, modulus of xn minus x എന്ന് പറഞ്ഞാൽ ഈ xn ഉം x ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആരെക്കാൾ ചെറുതാവണം? എപ്സിലോണിനേക്കാൾ ചെറുതാവണം. ഇപ്പോ ഇവിടുന്ന് ഞാൻ എടുക്കുന്നു 0.9 എന്ന് പറഞ്ഞ നമ്പർ, അടുത്തത് 0.99 0.999 0.9999. അപ്പോ അറിയാം ഇത് 1 അപ്രോച്ച് ചെയ്യാണ്. അപ്പൊ ഇത് x1 x2 x3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് x, നമ്മൾ ഉദ്ദേശിക്കുന്ന x ഇതാണ്. അപ്പൊ ഇതിന് ഈ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും എപ്പോഴാണ്? എത്ര തന്നെ ചെറിയ എപ്സിലോൺ പോസിറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും we can find a natural number k such that xk തൊട്ടിട്ട് അങ്ങോട്ടുള്ള എല്ലാ ആളുകളും x ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഈ പറഞ്ഞ എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കും.
അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എക്സ് എൻ മൈനസ് എക്സിന്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ, എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും. അതായത് എക്സ് എന്നും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും എപ്പോഴൊക്കെ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കെ തൊട്ട് അങ്ങോട്ടൊക്കെ, അതായത് എക്സ് കെയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും, എക്സ് കെ പ്ലസ് വണ്ണും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സിനേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ എക്സ് കെ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ടേംസും എക്സും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ഈ നമ്പർ ഇത് എക്സ് മൈനസ് എപ്സിലോൺ, ഇത് എക്സ് പ്ലസ് എപ്സിലോൺ. അപ്പൊ എക്സ് കെ തൊട്ട് അങ്ങോട്ടുള്ള ടേംസ് ഒക്കെ ഏതിന്റെ ഇടയിൽ വരണം? എക്സ് മൈനസ് എപ്സിലോണിന്റെയും എക്സ് പ്ലസ് എപ്സിലോണിന്റെയും ഇടയിൽ വരണം. അല്ലെങ്കിൽ ഈ മോഡുലസ് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതും: മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. കംപ്ലീറ്റ് ആയിട്ട് എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ തൊട്ട് അങ്ങോട്ടുള്ള ടേംസ് ഒക്കെ ഏതിന്റെ രണ്ടിന്റെ ഇടയിൽ വരണം? എക്സ് മൈനസ് എപ്സിലോണിന്റെയും എക്സ് പ്ലസ് എപ്സിലോണിന്റെയും ഇടയിൽ വരണം. അല്ലെങ്കിൽ ഈ ഇന്റർവെലിനെ നമ്മൾ സാധാരണ പറയും എപ്സിലോൺ നൈബർഹുഡ് എന്നാണ്, വി എപ്സിലോൺ ഓഫ് എക്സ് എന്നാ പറയാ. അപ്പൊ എക്സ് കെ തൊട്ട് അങ്ങോട്ടുള്ള ആളുകളൊക്കെയും ഏതിന്റെ ഉള്ളിൽ വരണം? ഈ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എക്സിൽ വരണം. അതായത് എക്സ് എൻ ബിലോങ്സ് ടു വി എപ്സിലോൺ ഓഫ് എക്സ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പൊ ഈ ഡെഫിനിഷൻ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം: a sequence x is equal to xn of real numbers is said to converge to x belongs to R if for every epsilon greater than 0 there exists, we can find a natural number k such that xn belongs to v epsilon of x. x ന്റെ epsilon നൈബർഹുഡിന്റെ അകത്ത് കിടക്കും xn for all n greater than or equal to k. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ ആളുകളും, അതായത് അങ്ങോട്ട് അടുത്തടുത്ത് പോകുന്നു എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടേംസും, ആ സീക്വൻസിലെ എല്ലാ ടേംസും എക്സിലോണിന്റെ എപ്സിലോൺ നൈബർഹുഡിന്റെ അകത്ത്, അല്ലെങ്കിൽ എല്ലാ ടേംസും എക്സ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അത് കൺവേർജസ് ടു എക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ നാച്ചുറൽ നമ്പർ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്നുള്ളത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും. എപ്സിലോൺ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ച് ടേംസ് കുറയും. സ്റ്റിൽ എപ്പോഴും ആ എപ്സിലോൺ നൈബർഹുഡിന്റെ അകത്ത് ആ സ്റ്റേജ് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ടേംസ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഏതിന്റെ അകത്ത് ഉണ്ടാവും? ഈ എപ്സിലോൺ നൈബർ. അത് എപ്സിലോൺ എത്ര ചെറുതായാലും there are infinite number of terms in the epsilon neighborhood of that x. അപ്പോഴേ converges to x എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റിയൽ നമ്പർ x നെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് x എന്ന് പറയാം. And we write limit of xn is equal to x, അല്ലെങ്കിൽ xn converges to x ഈ സിമ്പൽ ഉപയോഗിക്കും. അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ that sequence is divergent. ഇത് നമ്മൾ പ്രൂവ് ചെയ്യും. For a sequence if limit exists it is unique. ഒരു സീക്വൻസിന് ഒന്നിൽ കൂടുതൽ ലിമിറ്റുകൾ ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ചില ലിമിറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഇസ് ദിസ് എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ബൈ യൂസിങ് ഡെഫിനിഷൻ. അപ്പൊ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് 0 ഇഫ് എക്സ് എൻ ഇസ് 1/2n. ഇത് അടുത്ത ലിമിറ്റ് ഓഫ് എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1/n ന്റെ ലിമിറ്റ് 0 ആണ്. സോ 1/2n ന്റെ ലിമിറ്റ് 0 ആണ്. അല്ലെങ്കിൽ അത് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് നമ്മൾ സാധാരണ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n. n ഇൻഫിനിറ്റിലോട്ട് പോകുമ്പോൾ 1/n is tending to 0. അപ്പൊ അത് അല്ല ഇവിടെ വേണ്ടത്. ബൈ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് ഓഫ് ലിമിറ്റ്സ് നമ്മളിത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിമിറ്റ് 0 ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഏതാണ്? 0 ആണ്. നമുക്ക് വേണ്ടത് ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും, അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഫോർ എപ്സിലോൺ പോസിറ്റീവ്, നമുക്കൊരു നാച്ചുറൽ നമ്പർ k കിട്ടണം ഡിപെൻഡിങ് ഓൺ എപ്സിലോൺ. സോ ദാറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് x ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് മോഡുലസ് ഓഫ് xn മൈനസ് x എന്താണെന്നുള്ളത് നോക്കാം. മോഡുലസ് ഓഫ് xn മൈനസ് x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1/2n ആണ്. xn മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് 1/2n എന്ന് വരും. അപ്പൊ ഇതാണ് നമുക്ക് ഏതിനേക്കാൾ ചെറുതാവേണ്ടത്? എപ്സിലോണിനേക്കാൾ ചെറുതാവേണ്ടത്. അപ്പൊ അങ്ങനെ തന്നെ ഒന്ന് എടുത്തു നോക്കാം. മോഡുലസ് ഓഫ് xn മൈനസ് x ലെസ് ദാൻ എപ്സിലോൺ ഇംപ്ലൈസ് 1/2n is ലെസ് ദാൻ എപ്സിലോൺ എന്ന് വന്നു. n അങ്ങോട്ട് കൊണ്ടുപോയി എപ്സിലോൺ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ that implies n is greater than 1/2 എപ്സിലോൺ.
അപ്പൊ ഈ കാര്യം മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് ശരിയാവും. എപ്പോഴാണ് ശരിയാവുക? ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1/2 എപ്സിലോൺ. നമുക്ക് എന്താ വേണ്ടിയിരുന്നത്? ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു നാച്ചുറൽ നമ്പർ വേണം വിത്ത് ദ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് കെ. അപ്പൊ കെ ആയിട്ട് നമ്മളിവിടെ ഏത് ചൂസ് ചെയ്യുന്നതാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏത് എന്നെ നിങ്ങൾ എടുത്താലും ഏതിനേക്കാൾ വലുതായിട്ടുള്ള 1/2 എപ്സിലോൺ. നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതാണ്. അപ്പൊ 1/2 എപ്സിലോൺ വളരെ വലുതാണ്. 1/2 എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിലും വലുത്. അപ്പൊ അതിനേക്കാൾ വലുതായിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് കെ ചൂസ് ചെയ്യാം. സോ ചൂസ് കെ belongs to n such that k is greater than 1/2 epsilon എന്നെടുത്താൽ then modulus of xn minus x, that is modulus of 1/2n minus 0, that is 1/2n, is less than epsilon for all n greater than or equal to k. Therefore, the limit of xn is equal to 0. അപ്പൊ ആകെ വേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാൻ മാത്രമേ വേണ്ടിയുള്ളൂ. ആ നാച്ചുറൽ നമ്പർ എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമേ വേണ്ടിയുള്ളൂ. അപ്പൊ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു. ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 1/2 എപ്സിലോൺ. അതുകൊണ്ട് ഞാൻ k എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ ആയിട്ട് ഏതെടുത്തിരിക്കുകയാണ്? നാച്ചുറൽ നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1/2 എപ്സിലോൺ. അപ്പൊ അത് ഏതാണ് നാച്ചുറൽ നമ്പർ എന്നുള്ളത് ഏതിനെ ഡിപെൻഡ് ചെയ്യും? എപ്സിലോണിനെ ഡിപെൻഡ് ചെയ്യും. ഇപ്പൊ നേരത്തെ അതേപോലെ തന്നെ x ന് 1/n² ആണ്, x 0 ആണ്. നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് ചെയ്യാം. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എപ്സിലോൺ പോസിറ്റീവ് എന്ന് എടുത്തു. നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് xn മൈനസ് x ആണ്. അതെന്താന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 1/n² + 1. n² 1 ഒക്കെ പോസിറ്റീവ് ആണ്. അപ്പൊ മോഡുലസിൽ അർത്ഥമില്ല. സോ 1/n² + 1 ആയി. And this is less than 1/n². കുറച്ചുകൂടി ഞാൻ n-ലേക്ക് കൊണ്ടുവരാണ്. നേരത്തെ 1/2n ആ വന്നിരുന്നത്. അപ്പൊ അതേപോലെ ഞാൻ n-ലോട്ട് കൊണ്ടുവരാണ്. ലെസ് ദാൻ 1/n² + 1. കാരണം ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വലുത്. അപ്പൊ ടോട്ടൽ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പുറത്തായിരിക്കും വലുത്. ആൻഡ് അഗൈൻ ദിസ് ഇസ് ലെസ് ദാൻ 1/n. ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ n² ആണ് വലുത്. n നാച്ചുറൽ നമ്പറാണ്. n 0 1 ഇടയിലാണെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പോൾ n² ആണ് വലുത്. അപ്പോൾ ടോട്ടൽ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും വലുത്. ഞാൻ അതിലോട്ട് കൊണ്ടുപോകും. സോ മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ നാച്ചുറൽ നമ്പർ k അല്ലേ ചൂസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് അവസാനം 1/n ലെസ് ദാൻ എപ്സിലോൺ വരും. 1/n ലെസ് ദാൻ എപ്സിലോൺ ഇംപ്ലൈസ് n അങ്ങോട്ട് പോയി. അപ്പൊ ഗ്രേറ്റർ ദാൻ സൈഡ് ആയി. സോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുന്നു. സോ n is greater than 1/epsilon. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യണം ഒരു നാച്ചുറൽ നമ്പർ k. എങ്ങനെ ചൂസ് ചെയ്യാം? ചൂസ് k belongs to n such that k greater than 1/epsilon എടുത്താൽ then modulus of xn minus x വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് അറിയാം മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ആണ്. ഇങ്ങനെ പോയി ലെസ് ദാൻ 1/n ആയി. ആൻഡ് 1/n ലെസ് ദാൻ ഏതായിക്കോളും? എപ്സിലോൺ ആയിരിക്കും. ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to k. Therefore limit of xn is equal to 0. അപ്പൊ ആകെ k ചൂസ് ചെയ്യുന്നതിൽ മാത്രമേ ഇവിടെ കാര്യം കിടക്കുന്നുള്ളൂ. ഇനി ചിലർക്ക് സംശയം തോന്നി ഈ 1/n² + 1 ഇവിടെ 1/n വരെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടല്ലോ. ഇവിടുന്ന് തന്നെ കാര്യം തീരുമാനിച്ചൂടെ? കാരണം ഇത് എന്നല്ലേ കിടക്കുന്നത്. ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എടുക്കുമ്പോൾ 1/n² + 1 ലെസ് ദാൻ എപ്സിലോൺ ആയി. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് n² + 1 ഗ്രേറ്റർ ദാൻ 1/epsilon ആയി. സോ n² is greater than 1/epsilon minus 1 എന്നായി. സോ n is greater than root of 1/epsilon minus 1. അപ്പൊ എപ്സിലോൺ ചെറുതാണെങ്കിൽ 1/epsilon വളരെ വലുത്. അപ്പൊ -1 എടുക്കുമ്പോൾ വലിയൊരു നമ്പർ അതിന്റെ റൂട്ട് എടുക്കും. അതിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ n എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ നമ്മൾ k ചൂസ് ചെയ്യാം. ചൂസ് k such that k is greater than root of 1/epsilon minus 1 എന്നെടുത്താലും മതി. തേർഡ് പ്രോബ്ലം നോക്കാം.
show that limit of 3n plus 2 divided by n plus 1 is equal to 3. അപ്പോൾ ഇത് evaluate the limit ആണ് എന്നായിരുന്നെങ്കിൽ 3n plus 2 divided by n plus 1 വാല്യൂ കാണാൻ മുകളിലും താഴെയും n വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ലിമിറ്റ് ഓഫ് 3 plus 2 by n divided by 1 plus 1 by n കിട്ടും. As n tends to infinity 1 by n ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് 0 ആയി, ഇത് 0 ആയി, so is equal to 3. അല്ലെങ്കിൽ സെയിം ഡിഗ്രി ആയതുകൊണ്ട് ലീഡിംഗ് കോഎഫിഷ്യൻസ് ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. സോ 3 by 1 എന്ന ആൻസർ വരും. പക്ഷെ അതല്ല ഇവിടെ വേണ്ടത്, നമുക്ക് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് തന്നെ വേണം. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ. അപ്പൊ അതിന് xn എന്ന് പറയുന്നത് ഇതാണ്, xn ആൻഡ് x. നമ്മൾ മോഡുലസ് ഓഫ് xn മൈനസ് x, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 3n plus 2 divided by n plus 1 minus 3. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് മോഡുലസ് ഓഫ് 3n plus 2 minus 3 ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി n plus 1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 into n plus 1 ആയി 3n plus 3 മൈനസ് ഉള്ളതുകൊണ്ട് minus 3 divided by n plus 1 ആവും. So that is equal to 3n cut ചെയ്തു 2 that is minus 1 ആയി. So 1 by n plus 1 ഒരു മോഡുലസ് എടുക്കുന്ന സമയത്ത് 1 by n plus 1 is clearly less than 1 by n. വേണമെങ്കിൽ 1 by n plus 1 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാം. നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ xn minus x ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് 1 by n is less than എപ്സിലോൺ. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ n is greater than 1 by എപ്സിലോൺ. നമുക്ക് ചൂസ് ചെയ്യാം k. സോ ചൂസ് k belongs to n such that k is greater than ഏതെടുക്കാം 1 by epsilon. Then for every epsilon greater than 0, modulus of xn minus x is less than epsilon for all n greater than or equal to k. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ രീതിയിലാണ് നമ്മൾ ഏത് ചൂസ് ചെയ്തിട്ടുള്ളത്, k ചൂസ് ചെയ്തിട്ടുള്ളത്. Therefore limit of xn is equal to x or limit of 3n plus 2 divided by n plus 1 is equal to 3. അടുത്ത പ്രോബ്ലം ഇതൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ്. ലിമിറ്റ് ഓഫ് b raised to n is 0 if modulus of b is less than 1. മോഡുലസ് ഓഫ് b is less than 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ന്റെയും 1 ന്റെയും ഇടയ്ക്കുള്ള നമ്പേഴ്സിന്റെ പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1/2 തന്നെ 1/2 ന്റെ പവേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1/2 വരാം, 1/2 ന്റെ സ്ക്വയർ ആയിട്ട് 1/4 ആയി, 1/2 ന്റെ ക്യൂബ് 1/8 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് ടെൻഡിങ് ടു 0. സോ മൈനസ് 1 ന്റെയും 1 ന്റെയും ഇടയ്ക്കുള്ള ഏത് നമ്പറിന്റെയും പവേഴ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടെൻഡിങ് ടു 0, കുറഞ്ഞു 0 പോകുന്നു എന്നുള്ളതാണ് റിസൾട്ട്. അപ്പൊ അതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. പ്രൂഫ് ഒരു പോസിബിലിറ്റി if b is equal to 0 then b raised to n is 0 for all n. Therefore limit of b raised to n is equal to 0. അതായത് മോഡുലസ് ഓഫ് b ലെസ് ദാൻ 1 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മോഡുലസ് ഓഫ് b ലെസ് ദാൻ 1 ആകുമ്പോൾ 0 മുതൽ 1 വരെ വരാം. അല്ലെങ്കിൽ b എന്ന് പറയുന്ന നമ്പറിന്റെ മോഡുലസ് 1 നേക്കാൾ കുറവാണ്. അപ്പൊ -1 തൊട്ട് 1 വരെയുള്ള നമ്പേഴ്സ് ആരും ആവാം ഏത് b. പക്ഷെ b യുടെ വാല്യൂ 0 ആണെങ്കിൽ ഈ ടേംസ് എപ്പോഴും എന്തായി മാറി 0 ആയി. b യും b സ്ക്വയർ b യും എല്ലാം 0 ആയപ്പോൾ ലിമിറ്റ് ചെയ്ത് തന്നെയാണ് 0 ആണ്. അപ്പൊ അത് പ്രശ്നമില്ല, കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. if 0 less than mod b is less than 1, അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണെങ്കിൽ take mod b is equal to 1 by 1 plus h. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഇത് b 1 ചെറിയായിട്ടുള്ള നമ്പറാണ്. 1 ചെറുതായിട്ടുള്ള നമ്പർ ആണെങ്കിൽ നമുക്ക് 1 by 1 വലിയ നമ്പർ എന്നുള്ള രീതിയിലാണ് അത്രേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഈ മോഡ് ബി 1 ചെറുതാണ്. 1 ചെറിയ നമ്പർ is the reciprocal of a number greater than 1. 1 വലിയ നമ്പർ ആണ് 1 plus h for some h greater than 0. Then mod b raised to n is equal to 1 by 1 plus h the all raised to n. ഇനി അവിടെ നമ്മൾ ബെർണോളിസ് ഇനീക്വാലിറ്റി ഒന്ന് അപ്ലൈ ചെയ്യാം.
ഇനി അടുത്ത രണ്ട് പ്രൂഫിലും ഇതേ കാര്യം ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. 1 plus x the whole raised to n is greater than or equal to 1 plus nx if x is greater than minus 1. കണ്ടീഷൻ കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 1 plus x the whole raised to n is greater than or equal to 1 plus nx. അപ്പൊ ഇവിടെയാണെങ്കിൽ 1 plus h the whole raised to n is greater than or equal to 1 plus nh എന്ന് വരും. പക്ഷെ ഇവിടെ 1 by ആണ്. അപ്പൊ 1 by 1 plus h the whole raised to n is reciprocal എടുക്കുമ്പോൾ നേരെ തിരിയും. Less than or equal to 1 by 1 plus nh. So this is less than or equal to 1 by 1 plus nh എന്ന് വരും. കാരണം that is less than 1 by nh. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു 1 plus nh nh രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 plus nh ആണ് വലുത്. അപ്പൊ ടോട്ടൽ ഫ്രാക്ഷൻ നോക്കുമ്പോൾ ഏതായിരിക്കും വലുത് വരിക? ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ ആയിരിക്കും വലുത് വരിക. ഡിനോമിനേറ്റർ വലുത് ഇതിന്റെ, ടോട്ടൽ ഫ്രാക്ഷൻ വരുമ്പോൾ ഇതായിരിക്കും വലുത് വരിക. ഇനി നമുക്ക് വേണ്ട കാര്യത്തിലോട്ട് പോകാം. നമുക്ക് വേണ്ടത് ലിമിറ്റ് ഓഫ് b raised to n is 0 എന്നാണ്. അപ്പോൾ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ k കിട്ടണം വിത്ത് കണ്ടീഷൻ മോഡുലസ് ഓഫ് xn minus x ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ആ രീതിയിലോട്ടാണ് പോകേണ്ടത്. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്താ മോഡുലസ് ഓഫ് xn minus x ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ആ k കിട്ടുകയാണ് ഇനി വേണ്ടത്. മോഡുലസ് ഓഫ് xn minus x എന്ന് പറയുമ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് b raised to n minus 0 ആയി. That is modulus of b the whole raised to n ആയി. ഇത് modulus of b raised to n അല്ലെങ്കിൽ mod b the whole raised to n. അത് ലെസ് ദാൻ 1 by nh എന്ന് നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന k വേണം. This is less than epsilon implies ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 1 by nh less than epsilon. That implies ഒന്ന് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ nh is greater than 1 by epsilon I. That implies n is greater than 1 by h epsilon I. Oh, 1 by h epsilon നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ മോഡുലസ് ഓഫ് xn minus x ലെസ് ദാൻ ഏത് വന്നോളൂ? എപ്സിലോൺ വന്നോളൂ. ഇപ്പൊ നമുക്ക് വേണ്ട k കിട്ടും. എങ്ങനെ k ചൂസ് ചെയ്യണം? നമ്പർ ഗ്രേറ്റർ ദാൻ 1 by h epsilon. അപ്പൊ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുക, എപ്സിലോൺ പോസിറ്റീവ് നമ്മൾ എടുത്തു, അതിനനുസരിച്ചാണ് ഏത് കിട്ടുന്നത്? ഈ k കിട്ടുന്നത്. ഡിപ്പെൻഡ് ചെയ്യും. കാരണം ആദ്യമേ നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നല്ലോ ഈ വാട്ട് ഇസ് h. h എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന b എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് അനുസരിച്ചാണ് ഈ h. സോ മോഡുലസ് ഓഫ് b is equal to 1 by 1 plus h എന്ന് എഴുതാവുന്ന h ആണ്. അതാ ആ b നെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പൊ ആ സീക്വൻസിന് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ b യേ ഉള്ളൂ. സോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചൂസ് k belongs to n such that എങ്ങനെ ചൂസ് ചെയ്യണം? k is greater than 1 by h epsilon. Then for every epsilon greater than 0, modulus of xn minus x is less than epsilon for all n greater than or equal to k. Therefore, limit of xn is equal to x or limit of b raised to n is equal to 0. അപ്പൊ ആകെ ഇവിടെ ഉള്ളത് ഒരു ചെറിയൊരു ചേഞ്ച്. നമ്മൾ ഈ കണ്ടീഷൻ തന്നതുകൊണ്ട് മോഡുലസ് ഓഫ് ബിനെ 1 by 1 plus h എന്ന് എഴുതി. അങ്ങനെ വരുമ്പോൾ മോഡുലസ് ഓഫ് ബി റേസ് ടു n ഇങ്ങനെ ആണ്. ഇത് ചെയ്ത് നോക്കാനുള്ള കാരണം ഇവിടെ മോഡുലസ് ഓഫ് ബി റേസ് ടു n വരുന്നതുകൊണ്ടാണ്. അതിന്റെ കൂടെ ഏതും യൂസ് ചെയ്യുന്നുണ്ട്, ബെർണോളിസ് ഇനീക്വാലിറ്റി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഓർത്തിരിക്കുക, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ 1 ആണെങ്കിൽ ബി റേസ് ടു n ലിമിറ്റ് is 0. Then c raised to 1 by nth root of a constant converges to 1. അപ്പോൾ c എന്നുള്ളത് 2 ആണെങ്കിൽ 2 raised to 1 by 2, 2 raised to 1 by 3, 2 raised to 1 by 4, ഈ സീക്വൻസ് converges to 1. അത് 2 എന്നല്ല, 3 ആയാലും 4 ആയാലും 5 ആയാലും 0.1 ആയാലും 0.2 ആയാലും 1 ആയാലും ഒക്കെയും converges to ഏത് 1 ആണ്. അപ്പൊ അതാണ് ഈ തിയറം. സി പോസിറ്റീവ് ആണ്. ഇതിനെ ഞാൻ 3 കേസ് ആയിട്ട് അത് പ്രൂഫ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ലെങ്തി ആണ്, ഇത്തിരി കൂടി ടഫ് ആണ്. അപ്പൊ ആദ്യത്തെ കേസ് ഇഫ് സി ഈക്വൽ ടു 1, സി ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ സീക്വൻസ് എന്തായി മാറും?
then sequences 1 1 1 etc. clearly converges to 1. അപ്പോൾ അത് അവിടെ പ്രൂവ് ചെയ്യാനില്ല. ഇനി രണ്ടാമത്തെ കേസ്, if c is less than 1, so c already 0-നേക്കാൾ വലുതാണ്, so c less than 1. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേസ്. And മൂന്നാമത്തെ കേസ്, if c is greater than 1. ഓക്കെ, ആദ്യം ഈ കേസ് നോക്കാം. c 0-1 ഇടയ്ക്ക് നമുക്ക് 0 converges to 1 എന്നല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയായിരിക്കും. for epsilon greater than 0, modulus of xn minus x നമ്മൾ നോക്കും. modulus of xn minus x എന്ന് പറഞ്ഞാൽ modulus of c raised to 1 by n minus 1 ആണ്. പക്ഷെ c raised to 1 by n എന്ന് പറഞ്ഞാൽ c 0-1 ഇടയ്ക്ക് ആയതുകൊണ്ട് c raised to 1 by n ഉം 0-1 ഇടയ്ക്ക്. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആയപ്പോൾ this is equal to 1 minus c raised to 1 by n. നമ്മൾ എത്തിച്ചേരേണ്ടത് 1 minus c raised to 1 by n ലേക്കാണ്. ഓക്കെ, അപ്പൊ അതിന് ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ്. c 0-1 ഇടയ്ക്കാവുമ്പോൾ c raised to 1 by n ഉം ഏതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്? 0-1 ഇടയ്ക്കാണ്. Now take c raised to 1 by n is equal to 1 by 1 plus ഒരു hn for some hn greater than 0. 1-നേക്കാൾ ചെറിയ നമ്പർ ആകുമ്പോൾ അതിനെ 1 by 1 plus എന്ന് എഴുതാം. ഇതേപോലെ കുറച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. b എന്നുള്ളതിനെ 1 by 1 plus h എന്ന് എഴുതി. പക്ഷെ അവിടെ b ഒരൊറ്റയാണ്. ഇത് n-അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ c raised to 1 by 4 അല്ല, c raised to 1 by 5. അപ്പൊ c raised to 1 by 4 എന്ന് പറയുന്ന നമ്പർ 1-നേക്കാൾ ചെറുതായതുകൊണ്ട് 1 by 1 plus h ഒരു 4 എന്ന് ഞാൻ തൽക്കാലം വിളിക്കുന്നു. h4 ആണ്, h into 4 അല്ല. അതേപോലെ തന്നെ c raised to 1 by 5 ആണെങ്കിൽ അതിനെ 1 by 1 plus h5 എന്ന് വിളിക്കുന്നു. അപ്പോൾ c raised to n എന്ന് പറയുന്ന നമ്പർ ഡിപെൻഡ്സ് ഓൺ n, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് 1 by 1 plus hn എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ 1 minus c raised to 1 by n? നമുക്ക് അതിലല്ലേ എത്തേണ്ടത്. 1 minus c raised to 1 by n is 1 minus 1 by 1 plus hn എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് hn divided by 1 plus hn ആവും. 1 plus hn minus 1 കട്ട് ചെയ്ത് പോയിട്ട്, and this is less than hn. കാരണം രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ hn-ഉം hn-നേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പോൾ ചെറുതായി. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. hn-ലോട്ട് വന്നു. ഇനി c raised to 1 by n is equal to 1 plus hn ആണെങ്കിൽ that implies c is equal to raised to n എടുക്കാണ്. So 1 by 1 plus hn the all raised to n ആയി, and that is less than or equal to 1 by 1 plus n hn. ഇത് എവിടുന്ന 1 plus hn the all raised to n is greater than or equal to 1 plus n hn എന്നുള്ളത് ബെർണോളിസ് ഇനീക്വാലിറ്റി ആ. ഇവിടെ സൈഡിൽ എഴുതാം ബെർണോളിസ് ഇനീക്വാലിറ്റി. One plus x the all raised to n is greater than or equal to 1 plus nx, and this is less than 1 by n hn. പല കേസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡിനോമിനേറ്റർ ഇതാണ് വലുത്, ഇത് വലുതാകുമ്പോൾ ടോട്ടൽ ഫ്രാക്ഷൻ വരുമ്പോൾ ഇതാണ് വലുത്. Therefore, ഇപ്പൊ ഇത് c എന്നാണ് ഞാൻ തുടങ്ങിയത്. Therefore, c is less than 1 by n hn. That implies hn ഇങ്ങോട്ട് എടുത്തു, c ഇങ്ങോട്ട് എടുത്തു. hn is less than 1 by nc. ഇപ്പൊ പറഞ്ഞു വന്നിരിക്കുന്നതാണ്. നമുക്ക് for epsilon greater than 0 modulus of xn minus x ഇങ്ങനെ 1 minus c raised to 1 by n ആയി. ഈ 1 minus c raised to n 1 by n നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ that is less than hn എന്ന് വന്നു. that is less than hn. ഇനി hn is less than 1 by nc എന്ന് വന്നു. that is less than 1 by nc. ഇനി നമുക്ക് എന്താ വേണ്ടേ? modulus of xn minus x less than epsilon ആവുന്ന k കാണണം. so that implies 1 by nc
ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന കെ കാണണം. അങ്ങനെ വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എൻ സി ഇസ് ലെസ് ദാൻ 1 by എപ്സിലോൺ ആയി. സിയും കൂടെ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ദാറ്റ് ഇംപ്ലൈസ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി സൈന് തിരിയും, 1 by സി എപ്സിലോൺ എന്ന് വരും. അപ്പൊ അതുകൊണ്ട് 1 by സി എപ്സിലോൺ, ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും സി നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുള്ളതാണ്. 1 by സി എപ്സിലോണിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ എന്ന് എടുത്താൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. അത് 1 minus c raised to 1 by n ആണ്. ഈ 1 minus c raised to 1 by n is less than 1 by nc ആണ്. That is less than ഏതെന്ന് വന്നോളൂ, എപ്സിലോൺ എന്ന് വന്നോളൂ. So choose k belongs to n such that k is greater than 1 by c epsilon. Then for every epsilon greater than 0, modulus of xn minus x is less than epsilon for all n greater than or equal to k. Therefore, limit of c raised to 1 by n is equal to 1. The other case la nammal eduthirukkuna if 0 less than c less than 1. ഒന്നും കൂടെ c 0 ന് 1 ന്റെ ഇടയ്ക്ക് c raised to 1 by n 0 ന് 1 ന്റെ ഇടയ്ക്ക്. അപ്പോൾ 0 raised to 1 by n 1 by 1 plus h എന്ന് എഴുതാം, ഇതിലൊന്നും കുഴപ്പമില്ല. എന്നിട്ട് വേണേൽ നിങ്ങൾ ഇത് എഴുതിക്കോളൂ. 0 raised to 1 by 1 by 1 plus h ആണെങ്കിൽ c എന്നതിലോട്ട് കൊണ്ടുവരാം, raised to n എടുത്താൽ മതി. അവിടെ ബെർണോളിസ് ഇനീക്വാലിറ്റി കൊണ്ടുവരാം, ലെസ് ദാൻ 1 by n h n ഇതുവരെ എത്താം. ഇനി നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് xn മൈനസ് x ആയി 1 minus c raised to 1 by n. അതൊന്ന് എഴുതി നോക്കുക. 1 minus c raised to 1 by n ഇങ്ങനെ പോകുമ്പോൾ ലെസ് ദാൻ h എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 1 by n h n വന്നിട്ടുണ്ട്. അതും ഈ സിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എച്ച് എൻ എസ് ലെസ് ദാൻ 1 by n c എന്ന് വന്നു. അത് ഇവിടെ എഴുതി ഇങ്ങനെ പോകും. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി അടുത്ത കേസ് ഇഫ് സി ഇസ് ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് c raised to 1 by n is greater than 1. c raised to 1 by n greater than 1 ആണെങ്കിൽ now take c raised to 1 by n is equal to, ഇവിടെ 1 നേക്കാൾ ചെറുതായതുകൊണ്ട് 1 by 1 plus h n എഴുതി. So 1 plus ഞാൻ തൽക്കാലം ഒരു dn എടുക്കുകയാണ് for some dn greater than 0. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് ഏത് സ്റ്റെപ്പിലോട്ട് പോവാം, സിയിലോട്ട് പോവാം. Therefore c is equal to 1 plus dn the whole raised to ni, that is greater than or equal to 1 plus n dn, that is greater than, ഇത് എവിടുന്ന ബെർണോളിസ് ഇനീക്വാലിറ്റി. So that is greater than n dn. Therefore c greater than n dn I, dn is less than c by n. ഇനി നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതിലോട്ട് പോവാം. നമുക്ക് വേണ്ട എന്താ, for epsilon greater than 0, modulus of xn minus x, modulus of c raised to 1 by n minus 1, and c raised to 1 by n നമ്മൾ 1 plus dn എന്നാണ് എടുത്തിരിക്കുന്നത്. So 1 plus dn minus 1 is equal to dn എന്നേ വരുള്ളൂ. And dn is less than c by n. അപ്പൊ ഇവിടെ വന്ന മാതിരി നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ എടുക്കേണ്ട ആവശ്യം വന്നില്ല. So that is less than c by n. Now modulus of xn minus x less than epsilon implies c by n less than epsilon. That implies n is greater than, reciprocal എടുക്കുന്നു 1 by epsilon I c by epsilon. c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, epsilon is very 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 small, so c by epsilon വളരെ വലിയ നമ്പർ. അതിനേക്കാൾ വലിയ നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് ഏത് ചൂസ് ചെയ്യാം, k ചൂസ് ചെയ്യാം. So choose k belongs to n such that k is greater than c by epsilon. Then modulus of xn minus x is less than epsilon for all n greater than or equal to k.
Therefore, the limit of xn is equal to x or limit of c raised to 1 by n is equal to 1. അത് ഏത് കേസിലാണ് നമ്മൾ പറഞ്ഞത്? That is when c is greater than 1. ഇപ്പൊ ഏതൊക്കെ കേസുകളായി? സി 1 കേസ് പറഞ്ഞു, സി 0 to 1 ഇടയ്ക്കുള്ള കേസ് വന്നു, സി greater than 1 പറഞ്ഞു. എല്ലാ കേസിലും limit of c raised to n is equal to 1. But in all cases, limit of c raised to n is c raised to 1 by n is 1. Prove that limit of n raised to 1 by n is equal to 1. ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, നേരത്തെ ചെയ്തതിൽ പക്ഷെ വ്യത്യാസം ഉള്ളത് c raised to 1 by n ആയിരുന്നു, where c is positive. അപ്പോൾ c raised to 1 by n ആകുമ്പോൾ c വരും, c raised to 1 by 2 വരും, c raised to 1 by 3 വരും, c raised to 1 by 4 വരും, ഇങ്ങനെ വരും. ഇതാണെങ്കിൽ 1 raised to 1 by n, that is 1, 2 raised to 1 by 2, 3 raised to 1 by 3, 4 raised to 1 by 4, 5 raised to 1 by 5, etc. Proof. N raised to 1 by n is greater than 1 for n greater than 1. തൊട്ടു മുന്നേ പറഞ്ഞാൽ c raised to 1 by n എന്ന് പറയുന്നത് ഒരു സീക്വൻസ് അല്ല കേട്ടോ, അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സീക്വൻസുകളാണ്. കാരണം സിയുടെ വാല്യൂ 2 ആണെങ്കിൽ 2 raised to 1 by n എന്ന് പറഞ്ഞ സീക്വൻസ്, സിയുടെ വാല്യൂ 3 ആകുമ്പോൾ 3 raised to 1 by 2, 3 raised to 1 by 3, 3 raised to 1 by 4, etc. എന്ന് പറഞ്ഞ സീക്വൻസ് ആണ്. അപ്പൊ കുറെ സീക്വൻസുകളുടെ കാര്യം ഒറ്റയടിക്ക് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ഒറ്റ സീക്വൻസേ ഉള്ളൂ, 1, 2 raised to 1 by 2, 3 raised to 1 by 3, 4 raised to 1 by 4, etc. എന്ന് പറഞ്ഞ ഒറ്റ സീക്വൻസേ ഉള്ളൂ. അതിന്റെ ലിമിറ്റ് ഏതാണെന്നാ പറയുന്നത്? 1 ആണ്. So take n raised to 1 by n is equal to 1 plus dn for some. അപ്പൊ ഇത് നേരത്തെ ചെയ്ത അതേപോലെയായി, നേരത്തെ ചെയ്തതിൽ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ വരുന്ന അതേപോലെയായി. n raised to 1 by n 1 plus dn എന്ന് എഴുതുന്നു. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ n 1നേക്കാൾ വലുതാവുന്ന കേസ്, ഇത് ഒരു n 1 ആവുന്ന ഒറ്റ ടേം ആണ് ഈ സീക്വൻസിൽ, അത് കുറെ സീക്വൻസ് അല്ല, ഒറ്റ സീക്വൻസ്. അപ്പൊ ഫസ്റ്റ് ടേം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ സീക്വൻസിലെ ടേംസ് ഒക്കെയും 1നേക്കാൾ വലുതാണ് ബാക്കിയുള്ള ടേംസ് ഒക്കെ. നമുക്ക് പ്രശ്നം വരുന്ന അങ്ങോട്ട് പോകുമ്പോഴാണ്, അതും കൂടെ മനസ്സിലാവും. അപ്പോൾ എന്നിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ 4 ആകുമ്പോൾ 4 raised to 1 by 4 എന്നുള്ളതിനെ ഞാൻ 1 plus d4 എന്ന് എഴുതുന്നു. n 5 ആകുമ്പോൾ 5 raised to 1 by 5 എന്ന് പറഞ്ഞ ടേമിന് 1 plus d5 എന്ന് എഴുതും. അപ്പൊ ഇങ്ങനെ വരും ഇതിലെ ടേംസിന്. So n is equal to 1 plus dn the all raised to ni, and that is greater than or equal to 1 plus n dn എഴുതാം ബൈ ബെർണോൾഡ് is inequality. പക്ഷെ അതിവിടെ ഇത്തിരി പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. And this is equal to 1 plus n dn plus n into n minus 1 by 1 into 2 അല്ലെങ്കിൽ 2 dn square plus etc. എന്ന് വരും. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു, that is n is greater than n into n minus 1 by 2 dn square. അതായത് ഈ ടേം മാത്രം കൺസിഡർ ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ചെറുതായി, എല്ലാത്തിനും ഒഴിവാക്കിയല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം n ആ എഴുതിയിരിക്കുന്നതിനേക്കാൾ വലുതാവും. ഇപ്പൊ n is equal to എന്നാണ്. അപ്പൊ ഈ സൈഡിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി n is greater than n into n minus 1 by 2 dn square ആയി. n കട്ട് ചെയ്ത് പോയി. So dn square is less than 2 by n minus 1. ഇതിപ്പോ നേരത്തെ ചെയ്ത ആ പ്രോബ്ലത്തിലുള്ളതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അതേപോലെ ഇവിടെ വരെ ചെയ്തു പോയിന്നേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഉപയോഗിച്ച് നമ്മൾ ബെർണോളിസ് ഇനീക്വാലിറ്റി, ഇവിടെ ബെർണോളിസ് ഇനീക്വാലിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് പിന്നെ നോക്കാം. നമുക്ക് ഇവിടെ വേണ്ടിയിരുന്ന ഇതാണ് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 മോഡുലസ് ഓഫ് xn മൈനസ് x, അത് മോഡുലസ് ഓഫ് n raised to 1 by n minus 1 ആണ്. ആൻഡ് n raised to 1 by n minus 1 എന്ന് പറയുന്നത് ഇവിടെ modulus of dn ആണ്. So that is equal to dn on, and dn is less than root of 2 by n minus 1 on. നമുക്ക് modulus of xn minus x less than epsilon ആവണം. That implies root of 2 by n minus 1 is less than epsilon എന്ന് കാരണം. So that implies സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 2 by n minus 1 is less than epsilon square ആണ്. That gives n minus 1 is greater than n minus 1 by 2. അങ്ങനെ റെസിപ്രോക്കൽ എടുക്കുന്നു. n minus 1 is greater than
2 by epsilon square I. So n is greater than 2 by epsilon square minus 1. Therefore, choose k belongs to n such that k is greater than 2 by epsilon square minus 1. Then, for epsilon greater than 0, modulus of xn minus x is less than epsilon for all n greater than or equal to k. Therefore, limit of xn is equal to x. Therefore, limit of xn എന്നുള്ള ഉദ്ദേശിച്ചത് n raised to 1 by n is equal to x എന്ന് ഉദ്ദേശിച്ചത് ഏതാണ് 1 ആണ്. അപ്പൊ ഇതിൽ വലിയ പ്രശ്നം വന്നില്ല. ഇവിടെ ആകെ പ്രശ്നം വന്നത് എന്തുകൊണ്ട് ഇവിടെ ബെർണോളിസ് ഇനീക്വാളിറ്റി ഉപയോഗിച്ചില്ല എന്നുള്ളൊരു സംശയം മാത്രമേ നമുക്ക് വരുള്ളൂ. കാരണം നേരത്തെ മറ്റേ ചെയ്ത അതേപോലൊക്കെ തന്നെ ഇവിടെ ചെയ്ത് പോയിരുന്നത്. ബെർണോളിസ് ഇനീക്വാളിറ്റി ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടാവുന്നത് 1 plus dn all raised to n is greater than or equal to 1 plus n dn I. So n is greater than 1 plus n dn now. So n minus 1 by n is greater than dn I. അല്ലെങ്കിൽ dn is less than n minus 1 by n now. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് dn ആ വരുന്നത് അത് ലെസ് ദാൻ എപ്സിലോൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n മൈനസ് 1 ബൈ n ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന n ചൂസ് ചെയ്യണം. പക്ഷെ അത് പോസിബിൾ ആവണമെന്നില്ല. കാരണം n മൈനസ് 1 ബൈ n ഇസ് എ നമ്പർ വിച്ച് ഇസ് അപ്രോച്ചിങ് ടു 1. 1ന്റെ അടുത്തേക്ക് പോകുന്ന നമ്പറാണ് ഈ n മൈനസ് 1 ബൈ n. അപ്പൊ n നിങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് ഇത് 1ന്റെ അടുത്തേക്കാണ് പോകുന്നത്. അത് n ടെൻസ് ടു ഇൻഫിനിറ്റി n മൈനസ് 1 ബൈ n ഇസ് ടെൻഡിങ് ടു 1. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതാ. അപ്പൊ അതിനേക്കാൾ ചെറുതായിട്ട് n മൈനസ് 1 ബൈ n വരുന്ന n ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ അല്ല. അപ്പൊ അവിടെയാണ് അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് ഈ രീതിയിലോട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ n raised to 1 by n ഇത് ഒറ്റൊരു സീക്വൻസ് ആണ്. n raised to 1 by n is greater than 1 for n greater than 1. അങ്ങനെയാണെങ്കിൽ ആ n raised to 1 by n നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 1 plus dn എഴുതാം. അപ്പൊ n എന്നുള്ളത് ഇങ്ങനെ വന്നു. ബെർണോളിസ് ഇനീക്വാലിറ്റിക്ക് പകരം ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കുന്നു. ഈ ടേം മാത്രം കൺസിഡർ ചെയ്യുന്നു. ഈ ടേം കൺസിഡർ ചെയ്യുമ്പോൾ n നെ കട്ട് ചെയ്ത് പോയി dn സ്ക്വയർ ഇങ്ങനെയായി. സോ dn is less than root of 2 by n minus 1 ആണെങ്കിൽ അതും കൂടെ അവിടെ എഴുതാം. That implies dn is less than root of 2 by n minus 1. എന്നിട്ട് നമ്മൾ വേണ്ടത് എഴുതി നോക്കി. അപ്പോൾ കറക്റ്റ് dn ലാണ് വന്നു നിൽക്കുന്നത്. ശരിക്കും ഇത് ഞാൻ എഴുതി നോക്കിയിട്ടായിരുന്നു ഇതിലോട്ട് പോകേണ്ടിയിരുന്നത്. പക്ഷെ തൊട്ട് മുന്നേ പ്രോബ്ലത്തിൽ ഇതേപോലെ ചെയ്തു പോകുന്നിട്ടുള്ളത് കൊണ്ടാണ് അത് തന്നെ ആ രീതിയിൽ തന്നെ ഡയറക്റ്റ് ഇവിടെ വരെ എത്തിയത്. പിന്നെ ചൂസ് ചെയ്യാം, പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. സോ റിസൾട്ട് ഇതാണ്. n raised to 1 by n എന്ന് പറഞ്ഞ സീക്വൻസിന്റെ ലിമിറ്റ് is 1. അടുത്ത യൂസിംഗ് ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് പ്രൂവ് ദാറ്റ് സീക്വൻസ് xn is equal to n diverges. നമുക്കറിയാം ഈ സീക്വൻസ് കറക്റ്റ് ആയിട്ട് അറിയാം. 1 2 3 4 5 എക്സെട്ര. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ്. ബൗണ്ടഡ് അല്ലെങ്കിൽ കൺവേർജന്റ് ആവില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന് ഡയറക്റ്റ് പ്രൂഫ് പറയാം. പക്ഷെ ഇവിടെ using the definition of convergence prove that എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആ ട്രൈ ചെയ്യുന്നത്. if possible xn converges to x, then for every epsilon greater than 0 we can find a natural number k such that ഇതൊക്കെ ഓക്കെ ആണ്. അപ്പൊ ഞാനിവിടെ epsilon is equal to 1 എന്ന് എടുക്കുകയാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു നാച്ചുറൽ നമ്പർ k ഉണ്ടാവും. And for epsilon equal to 1, there exists k belongs to n such that modulus of xn minus x is less than 1 for all n greater than or equal to k. That is modulus of ഈ xn എന്നുള്ളവിടെ n ആണ്. n minus x is less than 1 for all n greater than or equal to k എന്ന് വരും. ഇത് മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -1 less than n minus x less than 1 for all n greater than or equal to k എന്ന് വന്നു. That is x minus 1 is less than n less than x plus 1 for all n greater than or equal to k. അതിന്റെ അർത്ഥം k നേക്കാൾ വലിയ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനേക്കാളും വലുതാണ് x plus 1. അപ്പൊ ഈ x plus 1 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു അപ്പർ ബൗണ്ട് ആയി പോകും. അത് പോസിബിൾ അല്ല. That implies x plus 1 is an
upper bound of set of natural numbers. ഒന്നുകൂടെ നോക്കൂ, കെനേക്കാൾ വലിയ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനേക്കാളും വലുതാണ് എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ കെനേക്കാളും കെൻ്റെ താഴെ നാച്ചുറൽ നമ്പേഴ്സിനേക്കാളും കെനേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിനേക്കാളും വലുതാവും എക്സ് പ്ലസ് വൺ. അതായത് എക്സ് പ്ലസ് വൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് വരും. That is a contradiction. Therefore, sequences പക്ഷെ ഇതിന് പ്രൂഫ് ഇത്രയൊന്നുമില്ല, ഒറ്റ ലൈൻ പ്രൂഫാണ് ശരിക്കും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് ഡൈവേർജന്റ് ആണെന്നുള്ളതിന് പറയാം. കാരണം ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും, നമ്മൾ പ്രൂവ് ചെയ്യും. കൺവേർജന്റ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് എന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ നമ്മൾ ബൗണ്ടഡ് അല്ലെങ്കിൽ ഡൈവേർജന്റ് ആയിരിക്കും. ഇവിടെ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നോട്ട് ബൗണ്ടഡ്, അപ്പൊ അതുകൊണ്ട് എന്തുമല്ല, കൺവേർജന്റുമല്ല. അടുത്ത്, ഷോ ദാറ്റ് -1 the all raised to n, the sequence -1 the all raised to n is divergent. -1 the all raised to n എന്ന് പറഞ്ഞ സീക്വൻസിലെ ടേംസ് വരുന്നത് n1 ആകുമ്പോൾ -1, then 1, -1, 1, -1, etc. എന്നിട്ട് അതിന്റെ രണ്ട് സബ് സീക്വൻസുകൾ എടുക്കും. ഒന്ന് -1, -1, -1, -1, etc. രണ്ടാമത്തെ 1, 1, 1, 1. സബ് സീക്വൻസ് എന്താണെന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യും. പക്ഷെ അവിടെ ഒരു തിയറം പറയുന്നുണ്ട്, ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ സബ് സീക്വൻസുകളൊക്കെയും കൺവേർജന്റ് ആണ്, കൺവേർജൻസ് ടു ദ സെയിം ലിമിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആണെങ്കിൽ -1, -1, -1, -1 എന്ന് പറഞ്ഞ സബ് സീക്വൻസ്. അപ്പൊ അതിന്റെ കുറച്ച് ആൾക്കാർ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സീക്വൻസിനെ സബ് സീക്വൻസ് എന്ന് വിളിക്കുക. അപ്പൊ -1 താഴോട്ട് എടുത്തിട്ട് ഒരു സബ് സീക്വൻസ് കിട്ടി, അത് കൺവേർജൻസ് ടു -1 ആണ്, കാരണം അത് കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. രണ്ടാമത്തെ സബ് സീക്വൻസ് 1കൾ മാത്രം എടുത്ത് എഴുതിയിട്ടുള്ളതാ, അത് കൺവേർജൻസ് ടു 1 ആണ്. അപ്പൊ രണ്ടും രണ്ട് ലിമിറ്റിലോട്ട് പോകുന്നതുകൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജന്റ് ആവാൻ പറ്റില്ല. അത്രയുള്ള ശരിക്കും പ്രൂഫ്. പക്ഷെ ഇവിടെ യൂസിങ് ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പ്രൂഫ് കോൺട്രഡിക്ഷൻ തന്നെ ട്രൈ ചെയ്യാണ്. സപ്പോസ് -1 the all raised to n the sequence converges to x എന്ന് ഞാൻ എടുക്കുന്നു. So for every epsilon greater than 0 we can find a natural number k etc ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ epsilon 1 ആയാലും ഈ കാര്യം ശരിയായിരിക്കും. So for epsilon is equal to 1, there exists k belongs to n such that modulus of -1 the all raised to n minus x is less than 1 for all n greater than or equal to k എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ഞാൻ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് കെനേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിനൊക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ കെനേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിൽ തന്നെ ഈവൻ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. ആ രണ്ട് കേസുകളും ഞാൻ കൺസിഡർ ചെയ്യണം. ഫോർ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് greater than k, -1 the all raised to n minus x ന്റെ മോഡുലസ് ലെസ് ദാൻ 1 എന്നുള്ളത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ k ആകുമ്പോൾ -1 the all raised to n എന്ന് പറയുമ്പോൾ അത് 1 അല്ലേ വരിക. സോ മോഡുലസ് ഓഫ് 1 minus x ലെസ് ദാൻ 1 എന്നാവും. So that implies -1 less than 1 minus x less than 1 എന്നാവും. കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 മൈനസ് ചെയ്താൽ -2 less than -x less than 0 എന്നാവും. ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യാം. അപ്പൊ ഇത് 2 ആവും, ഇത് x ആവും, ഇത് 0. സൈൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ നേരെ തിരിച്ചെഴുതുന്നു 0 less than x less than 2 എന്നത്. ഇത് കെനേക്കാൾ വലിയ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ. ഇതേപോലെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസ് എടുത്താൽ ഫോർ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് modulus of -1 the all raised to n minus x less than 1 implies odd natural numbers in -1 the all raised to n എന്ന് പറഞ്ഞാൽ -1 ആ. So -1 minus x less than 1 ആയി. So that gives -1 less than -1 minus x less than 1 ആയി. കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 ആഡ് ചെയ്താൽ, കാരണം ഈ -1 കട്ട് ചെയ്ത് പോകാനാ,
0 ലെസ് ദാൻ -x ലെസ് ദാൻ 2 എന്നായി. ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് x ആവും, ഇത് -2 ആവും. ഇനീക്വാളിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യും. സോ -2 ലെസ് ദാൻ x ലെസ് ദാൻ 0. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് -1 ഓൾവേസ് എന്ന് പറഞ്ഞാൽ ഇത് കൺവേർജസ് ടു x എന്നാണ്. പക്ഷെ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഈ x 0 ന്റെയും 2 ന്റെയും ഇടയ്ക്കാന്ന് ഇവിടെ വന്നു, x -2 ന്റെയും 0 ന്റെയും ഇടയ്ക്കാന്ന് വന്നു. രണ്ടും കൂടെ പറ്റില്ലല്ലോ. Therefore, a contradiction. So -1 power raised to n is divergent. കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരും. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത സീക്വൻസും അതിന്റെ കൺവേർജൻസും ആണ്. അപ്പോൾ സീക്വൻസ് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ സീക്വൻസ് ആണ്. അത് കൺവേർജ് ചെയ്യും. xn converges to x എന്ന് പറയും. If for every epsilon greater than 0 we can find a natural number k such that modulus of xn minus x is less than epsilon for all n greater than or equal to k. അല്ലെങ്കിൽ xk കഴിഞ്ഞ അങ്ങോട്ടുള്ള ടേംസ് ഒക്കെയും xന്റെ എപ്സിലോൺ നൈബർഹുഡിന്റെ അകത്ത് കിടക്കും. അല്ലെങ്കിൽ xുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആ ടേംസിനൊക്കെയും എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം. അത് വെച്ച് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തു. പക്ഷേ അതിൽ ഓർക്കേണ്ട ഒന്ന് രണ്ട് റിസൾട്ടുകൾ, b raised to n is tending to 0 if mod b is less than 1. -1 ന്റെയും 1 ന്റെയും ഇടയ്ക്കുള്ള നമ്പേഴ്സിന്റെ പവേഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 0 ലോട്ട് പോകും. c raised to 1 by n is approaching to 1 if c is positive. nth root of c എന്ന് പറയുന്ന സീക്വൻസ് converges to 1 ആയിരിക്കും for all c greater than 0. ഇനി ലാസ്റ്റ് ഡിസ്കസ് ചെയ്തു n raised to 1 by n converges to 1 ആണ്. അതൊരു പർട്ടിക്കുലർ സീക്വൻസ് ആണ്. 1 raised to 1 by n, 2 raised to 1 by n, 3 raised to 1 by n etc. എന്ന് പറഞ്ഞ സീക്വൻസും converges to 1 ആണ്. പിന്നെ -1 the all raised to n ഇത് കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് ആണ്. സീക്വൻസ് n ഡൈവേർജന്റ് ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യുണീക്ക് ആണ്. ഇനി ലിമിറ്റ് തിയറംസ് നെക്സ്റ്റ് വീഡിയോയിൽ.